താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ഫുജൈറയിൽ നിന്നുള്ള പ്രത്യേക ചാർട്ടർ വിമാനം വ്യാഴാഴ്ച പുലർച്ചെ നെടുമ്പാശ്ശേരിയിലെത്തി. യാത്രക്കാരിൽ നടി സ്വാസിക, ലാൽ PK, റീജിയണൽ മാനേജർ അക്ബർ ട്രാവൽസ് എന്നിവർ ഉണ്ടായി. ഫുജൈറയിൽ നിന്നുള്ള പ്രത്യേക ചാർട്ടർ വിമാനം വ്യാഴാഴ്ച പുലർച്ചെ 4:30 നെടുമ്പാശ്ശേരിയിൽ എത്തി. ഗവൺമെന്റ് എല്ലാ മികച്ച രീതിയിൽ തന്നെ എല്ലാം ചെയ്യുന്നുണ്ട്. പാനിക്കാണ്ട് സിറ്റുവേഷൻ ഒന്നുമില്ല. ഈ ഡ്രോണൊക്കെ പോകുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദുബായ് ഏരിയകളിലൊക്കെ നമ്മളൊരു ബിൽഡിങ്ങിൽ നിന്നൊക്കെ പുറത്തോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. ആളുകളെല്ലാം സേഫാണ്, പ്രശ്നമില്ല. എല്ലാം കറക്റ്റ് രീതിയിൽ തന്നെ ഗവൺമെന്റ് അതിനുള്ള മെഷേഴ്സ് ചെയ്യുന്നതുകൊണ്ട് നമ്മളാരെയും ബാധിക്കുന്നില്ല ഇതുവരെ. ഇല്ല, എന്താണ് എല്ലാവരും ജോലി സംബന്ധമായിട്ടുള്ള തിരക്കിലൊക്കെ ആയതുകൊണ്ട് ഇല്ല, നമുക്കങ്ങനെയുള്ള എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എല്ലാവർക്കും പുറത്തോട്ട് ഇറങ്ങാനുള്ളൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പേര് യാക്കൂബ്. ഞാൻ മലപ്പുറം, തിരൂര്. അവിടെ ഇപ്പോൾ നല്ല കൺട്രോൾ തന്നെയാണ്. പക്ഷേ ഇടയ്ക്കും തടയ്ക്കും ഓരോ ഡ്രോൺസ് വീഴുന്നുണ്ട്. അതിനെ ഒരു എല്ലാ ഡിഫ്യൂസ് ചെയ്യുന്നുണ്ട് മുകളിൽ തന്നെ. അതിൻ്റെ ചെറിയ ഡബ്രീസ് വീണിട്ടാണ് അതിൻ്റെ തീ പുറത്ത് വന്നിട്ടാണ് കുറച്ചൊക്കെ ഡാമേജസ് വരുന്നത്. ബാക്കിയെല്ലാം എല്ലാം അണ്ടർ കൺട്രോൾ തന്നെ. ആ മുകളിൽ വരുന്ന ഡ്രോൺസൊക്കെ കാണാൻ പറ്റും. റോക്കറ്റ് പോലെ വരുന്നുണ്ടാവും. അതിന് ഒരു ഡിഫ്യൂസ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന്. അപ്പോൾ ചെറിയ ഒരു സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ട്. ബാക്കിയെല്ലാം അണ്ടർ കൺട്രോൾ തന്നെ. ആ പക്ഷേ എല്ലാം കൺട്രോൾ തന്നെ, കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ ആയി. ബാംഗ്ലൂർ. It's not like heavy panicky situation is not there, but still we are from India, no? So we are from other countries. Definitely they will get little panicked. She went alone actually. So yeah, that's the main thing. So if I was there, no, she would have been more calm or composed. So otherwise situation is okay, normal there. People the government are working. is supporting the people, so everything is all right over there. And suddenly like Akbar Travel, they support us. So many people get relieved from that space. So that's Where were you, ma'am? I was in Abu Dhabi. So how many days you stepped in there? 4 days. 3 days. This is 3 days. my 4th day. She was supposed to come on 28th, but yeah. So how was the situation there? The situation was normal. It's not like heavy panical situation is not It's there. not like a lockdown or anything. She was getting food, everything was there, all the shops are open, but so everything was under control. So how was the flight, ma'am? Flight was okay. Yeah, no any problems, and they'll take care of all facilities and all. കൊച്ചിയിലേക്കുള്ള വിമാനത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 186 യാത്രക്കാരും മുംബൈയിലേക്ക് 187 യാത്രക്കാരും ഉണ്ടായി. ഞാൻ അക്ബർ ട്രാവൽസിൻ്റെ റീജിയണൽ മാനേജറാണ്. ഞങ്ങളുടെ വേൾഡ് വൈഡുള്ള ഞങ്ങളുടെ കസ്റ്റമേഴ്സിനുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെ ഒരു ലാസ്റ്റ് ഉദാഹരണമാണ്. നമ്മൾ ഇന്നും ഫ്ലൈറ്റ് വരണം. ഇതും ഈ സ്പൈസ് ജെറ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇന്നും ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ട്. നാളെയും ഞങ്ങൾ ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ കൊച്ചിയും ബോംബെയും ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു.